നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് എഡിറ്റേഴ്സ് കണ്ടപ്പോൾ KPCC ഓഫീസിൽ നടക്കുന്ന ചർച്ചയാണോ എന്ന് തോന്നിപ്പോയി. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അത് കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാൻ സ്മൃതി പരുത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണനും സുജയ പാർവതിയും കൂടി നടത്തുന്ന നീക്കങ്ങൾ, ശ്രമങ്ങൾ കണ്ടപ്പോൾ അമ്പേ പരാജയമാണല്ലോ നിങ്ങളെന്ന് പറയാനാണ് തോന്നിപ്പോയത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് സർക്കാരിലുള്ള പോലീസിലുള്ള വിശ്വാസ്യത ഇല്ലാതാക്കിക്കൊണ്ട് അവരെ സർക്കാരിനെതിരെ പോലീസിനെതിരെ തിരിക്കാൻ വേണ്ടി, അവരെ തെരുവിലേക്ക് ഇറക്കാൻ വേണ്ടി, പുതിയ വാർത്തകൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുക്കാൻ വേണ്ടി മാപ്രകൾ, വലതുപക്ഷ അനുഭാവികളായിട്ടുള്ള മാപ്രകളും സംഘടനയും കൂടി നടത്തിയ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമായി മാത്രമേ ഇന്നലത്തെ മീറ്റ് എഡിറ്റേഴ്സിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. അതിൽ വൈരുദ്ധ്യങ്ങൾ നിരവധിയാണ്. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആ വിഷയത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്താൻ എന്താണ് അവകാശമുള്ളത്? നവീൻ ബാബുവിനെ കൊന്നതാണ്, കൊലപ്പെടുത്തിയതാണ്, കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്ന രീതിയിലേക്കൊക്കെയാണ് പല ചർച്ചകളും പോകുന്നത്. രാവിലെ അതിന് മരുന്നിട്ടുകൊണ്ട് PV അൻവറും ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരുന്നല്ലോ. അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതാണ്, അതിന് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പങ്കുണ്ട് എന്നൊക്കെയാണ് വാപോയ കോടാലിയായിട്ടുള്ള PV അൻവർ പറഞ്ഞത്. അതിന്റെ ചൂടം പിടിച്ചാണ് ഇന്നലെ മീറ്റ് എഡിറ്റേഴ്സിൽ ഈ ചർച്ച തുടങ്ങുന്നത്. PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്ത് വസ്തുതയാണ്, അല്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്ത് തെളിവാണ് റിപ്പോർട്ടർ ചാനലിലെ ഈ പ്രതിനിധികൾക്കും കിട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. ആരോ ഒരാൾ പറയുന്നു, അത് അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അത് കണ്ടുകൊണ്ട് ഒരു കുടുംബമുണ്ട് എന്ന തോന്നലൊന്നും ഇവർക്കില്ലാഞ്ഞിട്ടല്ല. അങ്ങനെ അവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ, അവർ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുകയാണെങ്കിൽ, വൈകാരികമായി അവർ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയാണെങ്കിൽ അതും പകർത്തി വാർത്തയാക്കാം, അതും ഇടതുപക്ഷത്തിന് എതിരായി തിരിച്ചുവിടാം എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണനൊക്കെ വലിയ രീതിയിൽ ഒരു KPCC ഭാരവാഹിയെ പോലെയൊക്കെയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണനൊക്കെ പറയുന്നത് ഈ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് തെളിയില്ല എന്നാണ് പറയുന്നത്. പ്രത്യേക അന്വേഷണ സംഘം വളരെ സുതാര്യമായ രീതിയിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിൽ നല്ല രീതിയിലുള്ള പുരോഗതിയുമുണ്ടെന്ന് മുഖ്യമന്ത്രിയും വിലയിരുത്തുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യ, അതായത് കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അവിടെ ചെല്ലുന്നു. യാത്രയപ്പ് വേളയിൽ അവിടെ ഈ നവീൻ ബാബുവിനെ പറ്റി ചിലതൊക്കെ പറയുന്നു. പിറ്റേ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് നമ്മളൊക്കെ കേട്ടത്. സതുദ്ദേശത്തോടെയാണ് ഈ PP ദിവ്യ അവിടെ ചിലതൊക്കെ പറഞ്ഞതെങ്കിലും അത് ആ പറയുന്ന നവീൻ ബാബുവിനെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണകാരണം അതാണെങ്കിൽ തീർത്തും നമുക്ക് PP ദിവ്യയെ, അല്ലെങ്കിൽ PP ദിവ്യ അവിടെ നടത്തിയ ആ പ്രതികരണത്തെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രതികരണം അങ്ങനെ ഒരു വേദിയിലായിരുന്നില്ല PP ദിവ്യ പറയേണ്ടിയിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അതാണോ കാരണം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. PP ദിവ്യ ഒരു മാധ്യമ പ്രവർത്തകരെ കൊണ്ടുവന്ന്, ഒരു ക്യാമറമാനെ കൊണ്ടുവന്ന് ഇതൊക്കെ ക്യാപ്ചർ ചെയ്ത് മനഃപൂർവ്വം നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഒരുക്കിയെടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്നാൽ എന്താണ് വസ്തുത എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ മാധ്യമ സ്ഥാപനത്തിൽ എല്ലാവരുടെയും മൊഴിയെടുത്തു കഴിഞ്ഞു. ഒപ്പം ഈ പറയുന്ന ചടങ്ങിൽ പങ്കെടുത്ത പല ആളുകളുടെയും മൊഴിയെടുത്ത് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇതൊക്കെ ഒരു അന്വേഷണ സംഘത്തിന്റെ സുതാര്യമായിട്ടുള്ള ഇടപെടലുകൾ കാണിച്ചു തരുന്നതല്ലേ. അപ്പോൾ അതൊന്നും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരൊന്നും മൊഴിയെടുത്തുകൊണ്ടായില്ല എന്നൊക്കെ ഇവർ അങ്ങ് സ്ഥാപിച്ചെടുക്കുകയാണ്. CBI വരണം എന്നാണ് പറയുന്നത്. CBI വന്നിട്ട് എത്ര കേസുകൾ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്? CBI ആരുടെ അണ്ടറിലാണ് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇവർ പറയുന്നത്, ഈ സർക്കാർ ഭരിക്കുമ്പോൾ എന്തായാലും PP ദിവ്യക്കെതിരെ ഒരു രീതിയിലുള്ള ഒരു ആക്ഷനും സ്വീകരിക്കില്ല എന്നാണ്. PP ദിവ്യ ഈ പറയുന്ന അവിടെ നടത്തിയ പ്രതികരണത്തെ തുടർന്നാണ് ഈ പറയുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തതെന്ന് നമുക്ക് എടുത്തു പറയാൻ പാകത്തിന് ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല. മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള പലരുടെയും പ്രതികരണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ ഇല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് PP ദിവ്യയാണ്. ഏത് രീതിയിലുള്ള ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ, ഏത് രീതിയിലുള്ള നിയമ പോരാട്ടം നടത്താനും താൻ തയ്യാറാണെന്നാണ് PP ദിവ്യ പറഞ്ഞത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ അറസ്റ്റ് ചെയ്തത് കേരള പോലീസ് തന്നെ. അകത്ത് കിടക്കേണ്ടി വന്നില്ലേ PP ദിവ്യക്ക്? അങ്ങനെയൊക്കെ
ഒരു സർക്കാർ, ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഒരു അതായത് നല്ല രീതിയിൽ CPM-ന്റെ കരുത്തയായ ഒരു നേതാവിനെ ഇത്തരത്തിൽ തുടക്ക സമയത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടുണ്ടെങ്കിൽ, അവർ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ ശിക്ഷിക്കുമെന്ന് ഇവിടെ പൊതുസമൂഹത്തിന് അറിയാം. അല്ലായിരുന്നുവെങ്കിൽ ഒരിക്കൽ പോലും PP ദിവ്യയെ അറസ്റ്റ് ചെയ്യില്ല, PP ദിവ്യയെ ഈ പറയുന്നത് പോലെ അകത്തിടില്ല എന്നൊക്കെ നമുക്കറിയാം. അപ്പോ ഈ വിഷയത്തിൽ സുതാര്യമായിട്ടുള്ള ഒരു നീക്കമാണ്, ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ അങ്ങനെയല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ADM നവീൻ ബാബുവിന്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുത്തിത്തിരിപ്പ് നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിനെതിരാക്കി ജനങ്ങളെ തിരിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ എന്താണ് നമ്മൾ കാണുന്നത്? മുഖ്യമന്ത്രി ആ വീട് സന്ദർശിക്കുന്നു, അതുപോലെ തന്നെ പല നേതാക്കളും ആ വീട് പോയി സന്ദർശിക്കുന്നു, ആ വീട്ടിലെ ആ കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ എന്താണ് മാധ്യമങ്ങളുടെ സംഭാവന, എന്താണ് പ്രതിപക്ഷത്തിന്റെ സംഭാവന? അതായത് ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ഒരു പരിധിവരെ ആ കുടുംബം പോയി വീണിട്ടുമുണ്ട്. എന്തായാലും ഇതിന്റെ വസ്തുത പുറത്തു വരേണ്ടതുണ്ട്. ആ വസ്തുത എന്താണെന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. മാധ്യമങ്ങൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എന്തൊക്കെയാണോ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നത്, അല്ലെങ്കിൽ ആരെയാണോ പ്രതിയാക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ പൊതുസമൂഹം കാണേണ്ടതുണ്ട്. PP ദിവ്യ ഈ വിഷയത്തിൽ പ്രതിയാണെങ്കിൽ അവരെ തീർച്ചയായും ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ, അതായത് PP ദിവ്യ നടത്തിയ പ്രതികരണത്തെ തുടർന്നാണ് നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്ന രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് CPM ഈ പറയുന്ന PP ദിവ്യയെ മാറ്റിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്, കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിറ്റേ ദിവസം മുതൽ എന്താണ് നമ്മൾ കാണുന്നത്? ആ സ്ത്രീയെ, ആ PP ദിവ്യയെ പല രീതിയിൽ സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട്, അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള ആളുകൾ വാർത്ത ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇനി നാളെ അവരല്ല പ്രതി എന്ന് തെളിഞ്ഞാലും എന്ത് ചെയ്യും? ഇനിയിപ്പോ കൊലപാതകമാണെന്ന് തന്നെ വിചാരിക്കുക, ഈ പാർട്ടിയല്ല, അല്ലെങ്കിൽ വേറൊരു പാർട്ടിക്കാർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകൾ ഇവരെ കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ഗെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? മാധ്യമങ്ങൾ മാപ്പ് പറയുമോ? മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുത്തുമോ എന്ന് ചോദിച്ചാൽ തിരുത്തില്ല, അവർ മാപ്പ് പറയില്ല. അതങ്ങനെയാണല്ലോ. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനും ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ കടന്നാക്രമിക്കാനും ഒക്കെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങളായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ ഭൂരിപക്ഷം മാധ്യമങ്ങൾ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. നവീൻ ബാബുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥൻ കളക്ടറിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുവെന്ന് ആ കളക്ടർ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ കളക്ടറുടെ മൊഴിയെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാത്തിലും ഈ പറയുന്നത് പോലെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ, അതുപോലെ തന്നെ ഈ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ, ഈ സമയത്തൊക്കെ നവീൻ ബാബുവിന്റെ വിഷയം പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. PP ദിവ്യയെ പാർട്ടി സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നു, PP ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനാണല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമം നടത്തുന്നത്. ഏത് ഘട്ടത്തിലാണ് PP ദിവ്യയെ പാർട്ടി സംരക്ഷിക്കുന്നത്? പാർട്ടി PP ദിവ്യയെ ഒരു രീതിയിലും സംരക്ഷിക്കുന്നില്ല. ഇതിന്റെ വസ്തുത പുറത്തു വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ്. പാർട്ടി ഈ വിഷയത്തിൽ ആരോപണ വിധേയമായിട്ടുള്ള PP ദിവ്യയുടെ നിരപരാധിത്വം അത് തെളിയിക്കാൻ PP ദിവ്യയോട് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. PP ദിവ്യ അതുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഒരാളെ ഈ പറയുന്നത് പോലെ ക്രൂശിച്ചുകൊണ്ട് പ്രതിയാക്കാൻ വേണ്ടി ചിത്രീകരിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒരാളെ പ്രതിയാക്കാം, കുറ്റവാളിയാക്കാം, പക്ഷേ നമ്മളുടെ കയ്യിൽ തെളിവുകൾ വേണം, സംസാരിക്കുന്ന തെളിവുകൾ വേണം. അതില്ലാത്ത പക്ഷം നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രതിയാക്കുന്നുണ്ടെങ്കിൽ, കുറ്റവാളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്പി നാരായണനെ നിങ്ങളെല്ലാരും കൂടി രാജ്യദ്രോഹിയാക്കിയ കാര്യം മറന്നു പോകരുത്. പിന്നീട് അദ്ദേഹം രാജ്യദ്രോഹി അല്ലായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ മാപ്പ് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ ഒരു കാലഘട്ടത്തിൽ ഒരാളെ രാജ്യദ്രോഹിയാക്കുകയും മറ്റൊരു കാലഘട്ടത്തിൽ അയാൾ രാജ്യദ്രോഹി അല്ല എന്ന് തെളിയുമ്പോൾ മാപ്പ് പോലും പറയാനുള്ള മാന്യത പോലും കാണിക്കാത്ത നിങ്ങളെ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കാൻ കഴിയില്ല. നിങ്ങളെ അധാർമിക മാധ്യമപ്രവർത്തകർ എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ. നിലനിൽപ്പിന്റെ, അതിജീവനത്തിന്റെ വെറും ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു നിലവാരമില്ലാത്ത ഒരു പ്രവർത്തനം നടത്തുന്ന നിങ്ങളെയൊക്കെ മാധ്യമപ്രവർത്തകർ എന്ന് വിളിക്കുന്നത് പോലും ഇന്നിന്റെ കാലഘട്ടത്തിൽ വലിയ ശാപമാണ്, വലിയ മാന്യതക്കുറവാണ്, അത് വലിയ ഗതികേടാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.